Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So much awaited teaser വന്നിരിക്കുകയാണ് നമ്മുടെ ദൃശ്യം 3. സോ എന്താണ് പരിപാടി എന്നുള്ള പെട്ടെന്ന് നോക്കാം. ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, പെട്ടെന്ന് ഇപ്പൊ പ്രീമിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ awaited teaser. Okay, there we go. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. Okay. ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. Okay. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. മണ്ണില്ല ഇതല്ലേ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021. It's like a case that is closed, but will never close. Okay. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. അയാൾ നമ്മളെയാണ്. 26. There we go. Yeah, there we go. Okay. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. Okay. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. 26 അപ്പം എന്ത് സംഭവിച്ചു? വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. Okay. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ. ഓക്കെ, അപ്പോ ട്രെയിലർ കണ്ടിട്ട് പേഴ്സണലി എനിക്ക് ഇപ്പോൾ 21 ഇറങ്ങിയ മൂവിയുടെ ആ കുറച്ച് കാര്യങ്ങൾ, സീക്വൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഐ മീൻ പഴയ 1ലും 2ലും പറഞ്ഞ അതേ ഡയലോഗ്സ് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതേപോലെ ഇനി എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്ന ആ ഒരു സീൻ മാത്രമേ എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അതിനി അങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങർ പോലെ ഇട്ട ഒരു സംഭവമായിരിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നു ഇതൊരു എന്ന് വെച്ചാൽ ഒരു കുറ്റബോധത്തിന്റെ കാര്യവും ആ ഒരു സിൻ ചെയ്തല്ലോ എന്നുള്ള ഇത് ബേസ് ചെയ്തിട്ട് ഇനി അതൊരു സൈക്കോളജിക്കൽ ലെവലിലോട്ടാണോ കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു ഇത് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് ആ പുള്ളിക്കാരി ഇരിക്കുന്ന കണ്ടില്ല, ഇങ്ങനെ ഡമ്മി ആയിട്ടിരിക്കുന്നത് പോലെ. അതുപോലെ തന്നെ മറ്റേ ചിലപ്പോൾ മേ ബി ബിക്കോസ് ഈ ഹൈപ്പ് എല്ലാം ഒന്നും ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് എല്ലാവരും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ മേ ബി ആ ഒരു ഹൈപ്പ് അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇനിയും ഇതിനകത്തൊരു മേർഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ബിക്കോസ് ആ പഴയ ഐ തോട്ട് ഇനി മേ ബി ഈ പഴയ കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഇനി പുതിയ സീക്വൻസ് എന്തെങ്കിലും കാര്യങ്ങളോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് നമ്മളിപ്പോൾ ഈ അനോമി എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി, അല്ലെങ്കിൽ ഈ മെമ്മറീസിലൊക്കെ ഈ പുള്ളി മറ്റേ ഡിപ്രഷനായിട്ട് നടക്കില്ല. ഐ മീൻ വൈഫും കൊച്ചും മരിച്ചതിന് ശേഷം ഇങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ച് നടക്കുമ്പോൾ ആ ഒരു സ്റ്റേജ് കാണിക്കുന്ന ആ ഒരു സീക്വൻസ്, പിന്നെ ചതൻ ഇങ്ങനെ പോകുന്ന ആ ഒരു BGM-ഉം അതെല്ലാം റിസംബിൾ ചെയ്തതുപോലെ എനിക്ക് തോന്നി. ആൻഡ് ഒരു സൈക്കോളജിക്കൽ ലൈനിൽ പോകാനാണ് ഇത് കണ്ടിട്ട്, ആസ് പെർ ഇപ്പം ഇത് പ്രകാരമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ കുറ്റബോധവും പിന്നെ ഡൂയിങ് ദ റൈറ്റ് തിങ് എന്നുള്ള ഒരു സംഭവമൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ലൈക്ക് വി സ്റ്റിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദ ട്രെയിലർ. ഇതൊരു ടീസർ എന്ന് പറയുമ്പോഴത്തേക്ക് ടീസർ നമുക്ക് 3യുടെ ടീസറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് 1ന്റെയും 2ന്റെയും ഒരു മെജോറിറ്റി അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 3യിലായിട്ട് ഇതിലൊന്നും കാണിച്ചിട്ടില്ല. സീരിയസ്ലി ആ ഒരു ഒറ്റ സീൻ മാത്രം, അവരെല്ലാവരും കൂടി ഇരിക്കുന്ന ആ ഒരു യാശരത്ത് ഇരിക്കുന്ന ആ ഒരു ഒറ്റ സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വേറൊന്നും കാണിച്ചിട്ടില്ല. സോ ബേസിക്കലി എന്താണ്, ടീസറിൽ വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ട്രെയിലർ വരുമ്പോഴത്തേക്ക് ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ട്രെയിലർ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. സോ എനിവേസ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് ഇപ്പം ഇതൊന്ന് കണ്ടതെന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നോ, ഇഫ് ഐ മിസ് ഔട്ട് ഓൺ എനിത്തിങ്, കാരണം ഞാൻ പ്രീമിയറിൻ്റെ കൂടെ കണ്ടതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ ഫൈൻഡിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ മെൻഷനിങ് ദാറ്റ് ഇൻ ദ കമന്റ്സ്. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.